ധർമ്മത്തിൻ്റെ ദീപം തെളിയും ഭൂമിയിൽ അധർമ്മം ചായും കാലത്തിൻ്റെ നീതിയിൽ ശംഖനാദമും മുഴങ്ങും കുരുക്ഷേത്ര ഭൂമിയിൽ മഹാഭാരതം ജീവിക്കും യുഗങ്ങളുടെ ഗാഥയിൽ ഇത് മഹാഭാരത കഥ. ഭീഷ്മന്റെ മഹാപ്രതിജ്ഞയ്ക്കു ശേഷം രാജാവ് ശന്തനു സത്യവതിയെ വിവാഹം ചെയ്തു. ഹസ്തിനപുരം വീണ്ടും ആഘോഷങ്ങളിൽ മുങ്ങി. കാലം കടന്നു. സത്യവതിക്ക് 2 പുത്രന്മാർ ജനിച്ചു. ചിത്രാംഗതൻ, വിചിത്രവീര്യൻ. രാജാവ് ശന്തനു വിടവാങ്ങിയപ്പോൾ രാജ്യത്തിൻ്റെ ചുമതല ഭീഷ്മന്റെ കരങ്ങളിലെത്തി. സ്വന്തം സിംഹാസനം ഉപേക്ഷിച്ചിരുന്നെങ്കിലും ഹസ്തിനാപുരത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരൻ ഭീഷ്മനായിരുന്നു. ആദ്യം ചിത്രാംഗതൻ രാജാവായി. യുവാവും ധീരനുമായിരുന്നവൻ. പക്ഷേ വിധി അവൻ അധികകാലം അനുവദിച്ചില്ല. ഒരു ഭയങ്കര യുദ്ധത്തിൽ ചിത്രാംഗതൻ കൊല്ലപ്പെട്ടു. രാജ്യം വീണ്ടും ദുഃഖത്തിലായി. അടുത്തതായി വിചിത്രവീര്യൻ സിംഹാസനത്തിലെത്തി. ഭീഷ്മൻ കാശിരാജ്യത്തിൽ നിന്ന് അംബികയെയും അംബാലികയെയും അവനു വേണ്ടി കൊണ്ടുവന്നു. വിവാഹം നടന്നു. എന്നാൽ വിചിത്രവീര്യനും അധികകാലം ജീവിച്ചില്ല. അവനും സന്താനമില്ലാതെ വിടവാങ്ങി. ഹസ്തിനാപുരം വീണ്ടും ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വീണു. സിംഹാസനത്തിന് അവകാശിയില്ല. സത്യവതിയുടെ മനസ്സ് ഭയത്തോടെ നിറഞ്ഞു. ഈ രാജവംശം അവസാനിക്കരുതേ. അവൾ ഒരു നിർണായക തീരുമാനമെടുത്തു. തൻ്റെ ആദ്യപുത്രനായ മഹർഷി വ്യാസനെ അവൾ വിളിച്ചു. വ്യാസൻ, ജ്ഞാനത്തിൻ്റെ പ്രതീകം, വേദങ്ങളുടെ മഹർഷി. അംബികയുടെയും അംബാലികയുടെയും വഴി രാജവംശത്തിന് അവകാശികളെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. ആദ്യം അംബിക. വ്യാസനെ കണ്ട ഭയത്തിൽ അവൾ കണ്ണുകളടച്ചു. അവൾക്ക് ജനിച്ച കുഞ്ഞ് ധൃതരാഷ്ട്രൻ. ശക്തനായവൻ, പക്ഷേ ജന്മനാ അന്ധൻ. രണ്ടാമതായി അംബാലിക. ഭയത്തിൽ അവളുടെ മുഖം വെണ്മയായി വിളറി വെളുത്തുപോയി. അവൾക്ക് ജനിച്ചത് പാണ്ഡു. ധീരനും ശക്തനും പക്ഷേ ദുർബലമായ ശരീരവുമായി പാണ്ഡു. മൂന്നാമതായി ഒരു ദാസിയിലൂടെ ജനിച്ചത് വിതുരൻ. ജ്ഞാനത്തിലും നീതിയിലും അതുല്യൻ. ഇങ്ങനെ ഹസ്തിനാപുരത്തിൻ്റെ പുതിയ തലമുറ ജനിച്ചു. ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരൻ. 3 പേരും 3 വഴികൾ, 3 വിധികൾ. പക്ഷേ ഇവരിലൂടെ ജനിക്കാനിരിക്കുന്നവർ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിന് കാരണമാകുമെന്ന് അന്നാരും അറിഞ്ഞിരുന്നില്ല.